ഹായ് ഫ്രണ്ട്സ്, മണുത്തി ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ്. കോംബോ ഒന്നല്ല, സിംഗിൾ പ്ലാന്റ്സ് ആണ് കേട്ടോ. നമ്മുടെ കയ്യിൽ കുറച്ച് വെറൈറ്റീസ് സോൾഡ് ഔട്ട് ആയിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത് അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മൊത്തത്തിൽ നമ്മുടെ പ്ലാന്റ്സൊക്കെ ഒന്ന് കാണിച്ച് പോകുന്നുണ്ട്. ഏതെങ്കിലും പ്ലാന്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പ് ത്രൂ നമ്മൾ കാറ്റലോഗ് ആഡ് ചെയ്തിട്ടുണ്ട് വാട്സപ്പിൽ. അപ്പോൾ നിങ്ങൾക്ക് ആ കാറ്റലോഗ് നോക്കിയിട്ട് അങ്ങനെയും വേണമെങ്കിൽ പ്ലാൻസിന് ഓർഡർ ചെയ്യാവുന്നതാണ്. DDDC, സ്പീഡ് പോസ്റ്റ്, പ്രൊഫഷണൽ വഴിയാണ് പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത്. ബൾക്കാണെങ്കിൽ KSRTC റെയിൽവേ പാഴ്സൽ സർവീസ് അവൈലബിൾ ആണ്. ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മണ്ണുത്തിയാണ്. ഡയറക്റ്റ് ആർക്കെങ്കിലും വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് വരണം. അതുപോലെ തന്നെ ഞങ്ങളിവിടെ ഗാർഡൻ സെറ്റിങ്സും പോട്ട് സെറ്റിങ്സും ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് പ്ലാന്റ്സ് ഉള്ളത് കണ്ടാലോ. അതേ ഫസ്റ്റത്തെ വെറൈറ്റി ഗർഗാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഗർഗ് വിത്ത് പോട്ട് അയക്കണമെങ്കിൽ കൊറിയർ ചാർജ് വ്യത്യാസം ഉണ്ടായിരിക്കും. കാരണം നമ്മൾ പ്ലാന്റിൻ്റെ ഇത് പോട്ടടക്കം നമ്മൾ വെയിറ്റ് അനുസരിച്ചിട്ടാണ് നമ്മുടെ കൊറിയർ ചാർജ് വരിക. വിത്ത് പോട്ടടക്കം വേണമെങ്കിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പോട്ട് ഇപ്പോൾ സെപ്പറേറ്റ് വെച്ച് അയക്കുകയാണെങ്കിൽ നമുക്ക് അത്ര കൊറിയർ ചാർജ് വരില്ല. ഇൻസൈഡ് കേരള 70 ആണ് റേറ്റ് വരുന്നത്. അതർ സ്റ്റേറ്റ് കൊറിയർ ചാർജ് വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പിന്നെ പ്ലാന്റ്സിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് ബോക്സിൻ്റെ ഡയമെൻഷൻ അനുസരിച്ചിട്ടും പ്ലാന്റിന് നമ്മൾ അയക്കുന്ന കൊറിയറിന് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ വെറൈറ്റി ഗർഗ്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ഈ ഒരു നടുവിലും ബോർഡറിലും ഇതുപോലെ റെഡ് ഷെയ്ഡ് കയറി വരും. ഗർഗ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 260 രൂപയാണ്. 260 ആണ് വരുന്നത്. ഇതിൻ്റെ തന്നെ സ്ക്വയർ പോട്ടിലുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ. പ്ലാന്റ് അത്യാവശ്യം ഒരേ സൈസ് ഉള്ളത് തന്നെയാണ്. ഇത് നമ്മൾ വിത്ത് പോട്ട് അയക്കുന്നത് 230 ആണ്. ഈ ഒരു പ്ലാന്റ് നമ്മൾ വിത്ത് പോട്ട് എടുക്കാൻ അയക്കുന്നതായിരിക്കും. ഇതാണെങ്കിൽ അത്ര കൊറിയർ ചാർജ് വ്യത്യാസം ഉണ്ടായിരിക്കില്ല കേട്ടോ. കാരണം തീരെ വെയിറ്റ് ഇല്ലാത്ത പ്ലാന്റാണ്. നമുക്ക് ഇങ്ങനത്തെ സ്ക്വയർ പോട്ടിലാണ് പൂനെയിൽ വരെ 8 സെൻറ്റിമീറ്റർ വരുന്ന പോട്ടാണ് കേട്ടോ സ്ക്വയർ പോട്ട്. പ്ലാന്റൊക്കെ അത്യാവശ്യം നല്ല വെളുപ്പമുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ ഒത്തിരി പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഗർഗ് സെക്കൻഡ് വെറൈറ്റി ചൈന പിങ്കിൻ്റെ പ്ലാന്റാണ്. ഇതിൽ നമ്മൾ 150ൻ്റെ സീഡ്ലിംഗ് സൈസിൽ ലാസ്റ്റ് വീഡിയോയിൽ കാട്ടിയിരുന്നു. ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്ന പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ അത് കിട്ടിയുള്ളവർക്ക് അറിയായിരിക്കും. അതും ഈ പറഞ്ഞ പോലെ സ്ക്വയർ പോട്ടിലാണ്. പ്ലാന്റിൻ്റെ സൈസ് കുറച്ച് കുറവാണ്. ഇത് അത്യാവശ്യം നല്ല സൈസ് വരുന്ന പ്ലാന്റാണ്. ഇപ്പോൾ നമ്മുടെ ഒരു കൈപ്പത്തിയുടെ ഒരു വലിപ്പം കണ്ടോ, അതിനേക്കാളും അത്യാവശ്യം നല്ല ലീഫൊക്കെ സൈസ് വരുന്നൊരു പ്ലാന്റാണ് കേട്ടോ. ഒത്തിരി ലീഫൊക്കെയുള്ള പ്ലാന്റാണ്. ഇതിന് റേറ്റ് വരുന്നത് 240 രൂപ. 240 ആണ്. നമുക്കൊരു 6 or 7 പ്ലാന്റ് നമുക്ക് ഒരുമിച്ച് ഒറ്റ കൊറിയറിൽ അയക്കാൻ പറ്റും കേട്ടോ. ഇതിന് നമ്മുടെ ഒത്തിരി പ്ലാന്റ്സ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വെറൈറ്റി പിങ്ക് സോഡ്. പിങ്ക് സോഡ് ബുഷി പോട്ട് റേറ്റ് വരുന്നത് 200 ആണ്. ഇത് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റാണ് കേട്ടോ. ഒത്തിരി ലീഫൊക്കെ ഉള്ള പ്ലാന്റാണ്. നല്ല ബുഷിയായിട്ട് നല്ല തിക്കായിട്ട് ലീഫൊക്കെ വന്നിട്ടുള്ളൊരു പ്ലാന്റാണ് പിങ്ക് സോഡ്. 200. നെക്സ്റ്റ് വെറൈറ്റി ഐസ്ബർഗ്. ഇത് അത്യാവശ്യം കണ്ട നല്ല സൈസുള്ള പ്ലാന്റാണ് കേട്ടോ. ഇത് നമുക്ക് വിത്ത് പോട്ടെടുക്കാൻ അയക്കാം. പക്ഷെ നല്ലപോലെ കൊറിയർ ചാർജ് വരും. കാരണം നല്ല വെയിറ്റ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് 250 രൂപയ്ക്കാണ്. 250 ഐസ്ബർഗ്. ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് കണ്ട. നല്ല ഡാർക്ക് ഗ്രീനും ഒരു ലൈറ്റ് ഗ്രീനും കൂടി മിക്സ് ആയിട്ട് വരുന്നത്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. നെക്സ്റ്റ് വെറൈറ്റി പീകോക്കിൻ്റെ പ്ലാന്റാണ്. ഇതാണ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത്. നമ്മൾ ഒത്തിരി കോമ്പോലൊക്കെ ഇട്ട് നമുക്ക് എപ്പോഴും എൻക്വയറിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ പീകോക്ക്. ഇതിന് റേറ്റ് വരുന്നത് 150 രൂപയാണ്. 150 ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ഫോട്ടോ ഞാൻ കാട്ടിത്തരാം. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഷെയ്ഡിട്ട്. ഇത് ഒരു മദർ പ്ലാന്റാണ്. ഇതിപ്പോൾ നമ്മൾ സെയിൽ ചെയ്യണില്ല, നമ്മളിത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ്. നെക്സ്റ്റ് വെറൈറ്റി തായ്ലൻഡ് റെഡാണ്. അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള
ഒത്തിരി ലീഫൊക്കെയുള്ള പ്ലാന്റാണ് കേട്ടോ. റേറ്റ് വരുന്നത് 350 ആണ്, 350 രൂപ. അത്യാവശ്യം ഫുള്ള് റെഡ് കയറിയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. നമുക്ക് വിത്ത് പോട്ടോടെ കഴിക്കാൻ പറ്റും, കാരണം അത്ര വെയിറ്റ് ഇല്ല. നമ്മുടെ ലാസ്റ്റത്തെ പ്ലാന്റ് കേട്ടോ, ഫ്രോസനാണ്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ. റേറ്റ് വന്നിട്ട് 250 രൂപ, 250. അപ്പോൾ പ്ലാന്റുകൾക്ക് ഒരുമിച്ച് വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പാക്ക് ചെയ്ത് അയക്കാം. സിംഗിൾ പ്ലാന്റ്സ് എടുത്ത് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കാട്ടിയിരിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.